എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഹൂത്തികളുടെ വിവരങ്ങളൊന്നും അത്ര കേൾക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമുക്ക് ഏറ്റവും നിർണായകമായി ലഭിച്ച അന്താരാഷ്ട്ര വാർത്ത എന്ന് പറയുന്നത് യമനിലെ ഹൂത്തികളുടെ താവളങ്ങളിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം നടക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നാണ് അമേരിക്കൻ സൈന്യം യമനിലെ ഹൂത്തികളുടെ കേന്ദ്രങ്ങളിൽ അതിശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചത്. എന്തിന് ഇപ്പോൾ ഇത് എന്ന ചോദ്യം വരുന്നത് സ്വാഭാവികമാണ്. ആ ചോദ്യത്തിന് സ്ഥിരമായുള്ള ഹൂത്തികളുടെ പടപ്പ് തന്നെയാണ് കാരണം. ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകളെ ഹൂത്തികൾ കയറി ആക്രമിച്ചു. ഇത് ആദ്യമായല്ല അവർ ചെയ്യുന്നത്, രണ്ടാമതായുമല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർ ഇത് തന്നെയാണ് പണി. ഇനിയും ഇത് വെച്ച് പൊറുപ്പിക്കാനാവില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കുന്നു. യഥാർത്ഥത്തിൽ ഹൂത്തികളുടെ മരണമണി മുഴങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഹൂത്തികളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നും ട്രംപ് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി ഹൂത്തികൾക്ക് അന്ത്യശ്വാസം വലിക്കാറായി എന്നത് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. നിങ്ങളുടെ സമയം അവസാനിച്ചു, നിങ്ങളുടെ ആക്രമണം ഇന്നു മുതൽ നിർത്തും പൂർണ്ണമായി എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ നടത്തുന്ന ഒരാക്രമണവും ഇനി അനുവദിക്കില്ലെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഹൂത്തികളുടെ കടൽക്കൊള്ളയ്ക്കും ഭീകരതയ്ക്കും അതിക്രമങ്ങൾക്കുമെതിരെയുമാണ് നിലപാടെടുക്കുന്നതെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. അതിനേക്കാളൊക്കെ ഉപരിയായി ഹൂത്തികൾക്ക് പ്രധാനമായും പിന്തുണ നൽകുന്ന ഇറാനും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹൂത്തികൾക്ക് സഹായം ചെയ്യുന്നത് നിർത്തണമെന്നും അമേരിക്കയെ ഭീഷണിപ്പെടുത്താനാണ് ശ്രമമെങ്കിൽ കാര്യങ്ങൾ വഷളാകുമെന്നും ഇറാന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപാണ് ഇറാന്റെ ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഇറാനോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് കാണിച്ചുകൊണ്ട് ട്രംപ് കത്ത് നൽകുന്ന സാഹചര്യമൊക്കെ ഉള്ളത്. ഇറാനെ ഒന്നും സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു തരത്തിലും ലോകത്തിൽ ആധുനിക ലോകരാഷ്ട്രത്തിലെ ആളുകൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ താല്പര്യമൊന്നുമില്ല. അവർക്ക് ആരെങ്കിലും കൊണ്ട് എപ്പോഴും യുദ്ധം ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അവർക്ക് അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. എന്നാലും സാധാരണക്കാരായ മനുഷ്യന്മാരെ കൊല്ലുന്നേ എന്ന സ്ഥിരം കരച്ചിൽ നാടകം മാത്രമാണ് നിലവിലെ പ്രശ്നത്തിൽ ഇറാന്റെ പ്രതികരണം. പിന്നെ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് ചത്ത പോലെ കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നമുക്ക് ചെറിയ കൂട്ടുകാരൊക്കെ ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മളെ പറഞ്ഞു വിട്ടതിന് ശേഷം ഈ പ്രശ്നത്തിന് നമ്മളെ പറഞ്ഞു വിട്ട ഈ എരി കയറ്റി വിട്ട ആളുകൾ എന്ത് ചെയ്യും? മാറി നിൽക്കും, ഞങ്ങൾക്കിതൊന്നും അറിയില്ല എന്ന രീതിയിൽ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ അവസ്ഥയും. എന്തായാലും ചത്ത പോലെ കിടക്കുകയാണ് ഇറാൻ. എന്തായാലും ചത്ത പോലെ കിടക്കാം എന്ന സ്ഥിരം നാടകമാണ് ഇപ്പോൾ ഇറാൻ അവതരിപ്പിക്കുന്നത്. ആക്രമണത്തിൽ ഇതുവരെ 31ഓളം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2023 അവസാനം മുതൽ ചെങ്കടൽ, ഏദൻ ഉൾക്കടൽ, മറ്റ് പ്രധാന സമുദ്രമാർഗങ്ങൾ എന്നിവിടങ്ങളിലെ വാണിജ്യ സൈനിക കപ്പലുകൾ ഹൂത്തികൾ ലക്ഷ്യമിടുന്നുണ്ടെന്നത് പരസ്യമായ സത്യമാണ്. ഗാസയിലെ ഇസ്രായേൽ ഉപരോധത്തിന് മറുപടിയായാണ് ഈ ആക്രമണങ്ങൾ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഹൂത്തികളായിക്കോട്ടെ, ഹിസ്ബുള്ള ആയിക്കോട്ടെ, ഹമാസ് ആയിക്കൊള്ളട്ടെ, ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യവും ആഗ്രഹവും എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം ഒരുത്തനെ കൊത്തിയാൽ മറ്റൊരുത്തന് വേദന എടുക്കുമെന്ന് പറഞ്ഞതുപോലെ ഗസയിൽ ഇസ്രായേൽ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഉപരോധിക്കുന്ന സമയത്ത് അതിന് മറുപടിയായാണ് ഇവർ ആക്രമിക്കുന്നത്. 100-ലധികം ആക്രമണങ്ങളാണ്, അതായത് ചെങ്കടലിൽ നടക്കുന്ന അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുക. മാത്രമല്ല പല ടെലവീവിലേക്ക് ഉൾപ്പെടെ മിസൈൽ ആക്രമണമൊക്കെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് ഹൂത്തികൾ നടത്തിയിരുന്നു. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ വീണ്ടും വീണ്ടും ആക്രമണം നടത്തുമെന്നും ഹൂത്തികൾ അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു തീവ്രവാദ ശക്തിയും അമേരിക്കൻ വാണിജ്യ നാവിക കപ്പലുകളെ ലോകത്തിന്റെ ജലപാതകളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിൽ നിന്നും തടയില്ല എന്ന് ട്രംപ് പറഞ്ഞതാണ്. ട്രംപ് ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. എന്നെങ്കിലും ഇത് നിങ്ങളത് തെറ്റിച്ചാൽ അല്ലെങ്കിൽ അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ചാൽ തീർത്ത് കളയുമെന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞത്. സൂയസ് കനാലിൽ, ചെങ്കടൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഏദൻ ഉൾക്കടൽ എന്നിവയിൽ US പതാകയുള്ള ഒരു വാണിജ്യ കപ്പൽ സുരക്ഷിതമായി സഞ്ചരിച്ചിട്ട് വർഷങ്ങൾ കുറയായി. 4 മാസം മുമ്പ് ചെങ്കടലിലൂടെ പോയ അവസാന അമേരിക്കൻ യുദ്ധക്കപ്പൽ 1 ഡസനിലധികം തവണ ഹൂത്തികൾ ആക്രമിച്ചിരുന്നു. ഇറാന്റെ ധനസഹായത്തോടെ ഹൂത്തി ഗുണ്ടാ സംഘങ്ങൾ അല്ലെങ്കിൽ ഹൂത്തി തീവ്രവാദികൾ US നേരെ നടത്തുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ സത്യത്തിൽ കഴിഞ്ഞ കുറേ അധികം നാളുകളായി US പ്രതിരോധിക്കുന്നുണ്ട്. എന്തായാലും ഇനി പ്രതിരോധിക്കേണ്ട ഒന്നും ആവശ്യമില്ല, കാരണം തീർത്ത് കളയും എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരുപാട് നിരപരാധികളായ ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് മില്യൺ കണക്കിന് ഡോളറിൻ്റെ വിലയുള്ള സാധനങ്ങൾ ഹൂത്തികൾ, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല. അവർക്കൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്നോ ഒരു രാഷ്ട്രത്തിൻ്റെ രീതികൾ എങ്ങനെയാണെന്നോ ആധുനിക മനുഷ്യന്മാരല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്നത് ജിഹാദ് പ്രവർത്തനങ്ങളായതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കണ്ണിന് മുന്നിൽ കാണുന്നതിനെല്ലാം തകർത്ത് കളയുക എന്നൊരു മോഡസ് ഒപ്പറാണ്ടിയാണുള്ളത്. അപ്പോൾ അതേസമയം ഇത്തരത്തിൽ ഉള്ള ആക്രമണങ്ങളെ പൂർണ്ണമായ അർത്ഥത്തിൽ ട്രംപ് നിർത്താൻ പോകുന്നു. എന്തായാലും അമേരിക്കയുടെ വ്യോമസേന തകൃതിയായി ഹൂത്തികളുടെ
മേഖലകളിലെല്ലാം വ്യോമ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഹൂത്തികൾക്ക് മരണമണി അടിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ഏറെക്കുറെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.